നമസ്കാരം. അപ്പോ ഇന്ന് വീണ്ടും ഒരു മൈൻക്രാഫ്റ്റിന്റെ വളരെ സുന്ദരമായ ദിവസമാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മള് സർവൈവൽ മോഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ എന്റെ രണ്ട് കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, അവരും ഉണ്ട്. അപ്പോ നമുക്ക് മൈൻക്രാഫ്റ്റിലോട്ട് പോവാം. ഹായ്, ഈ അപ്പു ആരാ? അപ്പു ആണ് ഐശ്വര്യ. ആരും തെറ്റിദ്ധരിക്കരുത്. ഐശ്വര്യയുടെ അക്കൗണ്ടിന്റെ പേര് അപ്പു ആണ്, അവൾ അനിയന്റെ പേരാണ്. ഹായ് അപ്പു, ഹൗ ആർ യു? ഹൗ ആർ യു? അരി ജോയിൻ ദ ഗെയിമാ? ഏതരിയടി? ആരൊക്കെയോ എന്റെ മൈൻക്രാഫ്റ്റ് വന്ന് കേറുന്നുണ്ട്. ഈ അരി ഞാൻ ഒന്നും പറയുന്നില്ല. വാ ഇങ്ങ് വരൂ, നമ്മളെ ക്രാഫ്റ്റ് ഏരിയയിൽ വരൂ ഗായ്സ്. അപ്പൊ ഈ ഒരു മൈൻക്രാഫ്റ്റ് ലോകത്ത് പ്രത്യേകത എന്താണെന്ന് അറിയാവോ? രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം. ഒന്ന് ഐശ്വര്യ, ഒന്ന് ആദിത്യ. അവർ രണ്ടുപേരെ പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മളെ പുതിയ സ്ഥലം അതും കൂടെ നിങ്ങളെ കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ സർവൈവൽ സീരീസ് തുടങ്ങാൻ പോവാണ്. ഓക്കെ, ഇതാണ് ഐശ്വര്യ. ആൻഡ് മറ്റേ ആള് എടി, ഇത് സർവൈവലാ, ഓടി വരേണ്ടി വരും. വെയിറ്റ്, ഈ നാശം പിടിച്ചോണ്ട് പുതിയ അക്കൗണ്ട് കൊണ്ട് വന്ന അത് എവിടെ എങ്ങാണ്ട് പോയി ഫോണാ. ഇനി അവിടെ നിന്ന് ചാടി വരണം, ഇങ്ങ് വരാ. ഓക്കെ, ഓടി വാ, പറന്നു വാ. ഇതിനൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇന്നൊക്കെ ഗെയിം കളിക്കാൻ പറ്റുമോ? ഇതിനെയൊക്കെ കൊണ്ടുവരുന്നത് നാളത്തോടെ ഞാൻ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചോളാം. ഓടി കളിക്കുന്നേ. ഇവിടെ തിരിഞ്ഞോക്ക്. കണ്ട കണ്ട, വാ വാ, ഇങ്ങോട്ട് വാ, ഓടിപ്പോവാ. ഇതിനൊക്കെ കൊണ്ട് നടക്കുന്ന എന്റെ പാട്. അരി, അപ്പു, കമോൺ. അപ്പോ ഇതാണ് ഒരാള് അരി, ഇതാണ് അപ്പു. അരി ചാടി കാണിക്ക്. ഇതാ നമ്മളെ ആദിത്യ, രമേശ്. ആൻഡ് അപ്പു ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഇതിനും ഉണ്ടായിരുന്നു, ഐശ്വര്യ. അപ്പോ നമ്മുടെ റൂമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ആർ യു ഗൈസ് റെഡി? കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ കത്തിക്കട്ടെ. എല്ലാം തറയിലിട്ടിടൂ, ഞാൻ കത്തിക്കാൻ പോവുകയാണ്. നമ്മള് ഇന്നോട്ട് സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ചിക്കനൊക്കെ കളാ, എല്ലാം കളാ. വേണ്ട, ഇങ്ങോട്ട് വാ, അതിലൊന്നും വെക്കണം. എടി വാടി, വാ വാ. എല്ലാം നമ്മള് ഗെയിം റെക്കോർഡ് ചെയ്തില്ലല്ലോ അതൊന്നും. എനിക്കിപ്പോ ഈ സാധനം ഇവിടെ എല്ലാം കളഞ്ഞ് കാണണം. നിങ്ങൾ വിചാരിക്കുവോ അശ്വനി ഇവിടെ ഓർഡർ ഇടുന്നത്? ഇവിടെ തെറിവിളി നിങ്ങൾ കേൾക്കുന്നില്ല, കാരണം ഒരു വോയിസ് ഇല്ല. ഓക്കെ, എല്ലാം കളഞ്ഞ ഇൻവെന്ററി മൊത്തം ക്ലീൻ. ഇടടി ഇടടി ഇടടി. ഞാൻ ഐശ്വര്യ ചിക്കൻ വേവിക്കാൻ പോയാണാ? കളഞ്ഞ എല്ലാം ഇട്ടാ? എടി, നിങ്ങൾ എന്തിനാ ചെയ്യുന്നടി? വാട്ടെവർ. അപ്പോ സർവൈവൽ ഗെയിം കളിക്കാൻ റെഡിയാണോ ഗായ്സ്? അതുപോലെ ഇപ്പൊ പീസ് മോഡാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഈസി അല്ല, നോർമൽ മോഡ് വിത്ത് സർവൈവൽ മോഡ്. സോ ലെറ്റ്സ് ഗോ. സർവൈവൽ നോർമൽ. ലാസ്റ്റ് ഇടുന്നൊരു കഥ അടയ്ക്കണേ. ലാസ്റ്റ് ഇടുന്ന കേറാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഇടുന്നൊരു കഥ അടച്ചിട്ട് കേറണേ. നമ്മൾ ഇന്നത്തെ പ്ലാനുകൾ ഞാൻ പറയട്ടെ. അയ്യോ, നിങ്ങക്ക് സർപ്രൈസ് തന്നില്ല. സർപ്രൈസ് എന്താണ് സർപ്രൈസ് എന്നറിയാവോ? ഐശ്വര്യയുടെ റൂം വഴി നമുക്ക് സർപ്രൈസിലോട്ട് പോകാൻ പറ്റും. ലാസ്റ്റ് ഇറങ്ങുന്ന ഒരു കഥ പഠിച്ചിട്ട് ഇറങ്ങണേ. എടി, ഒരു ഗർന്ന് എവിടെയെങ്കിലും കേട്ടാ നിങ്ങള്? ഞാൻ കേൾക്കുന്നുണ്ട്. കമാൻ ഗൈസ്, അവസാനം ഇറങ്ങുന്നവര് കഥ പഠിച്ചിട്ട് ഇറങ്ങുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇറങ്ങിപ്പോടാൻ മനസ്സിലായി. കപ്പൽ വഴിയാണ് നമ്മൾ പോവാനുള്ളത്. പക്ഷെ കപ്പലൊന്നും ഓട്ടിക്കാൻ വയ്യ, അതുകൊണ്ട് നമ്മൾ നീന്തി പോകും അല്ലേ? അയ്യോ വെയിറ്റ്, ഈ സാധനം ഞാനൊന്ന് കളയട്ടെ.
ഫ്ലിന്റ് ആൻഡ് സ്റ്റീല്. ഓക്കെ, അതിപ്പോ എടുക്കും അവള്. എടുത്ത് ആരാ എടുത്ത് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എടുത്തവരെ എടുത്ത് ഇൻവെന്ററിന്ന് കളാ. എനിക്കിപ്പൊ ഇവിടെ കാണണം. കള. ആ വാ. ഇത് രാത്രി കാണാനായിരുന്നു ഭംഗി. രാത്രി വന്നാ മതി അല്ലേ? വാ, തിരിച്ചു വാ. വാ, തിരിച്ചു വാ. എടി ഇതുവഴി വെള്ളം വഴി കേറാൻ പറ്റൂടി? ആ എടി നോക്കടി, വെള്ളം വഴി കേറാടി. വെള്ളം വഴി കേറാന്ന് വെച്ച് കഴിഞ്ഞാ വാ ഗൈസ്, വാ. നിങ്ങളെവിടെ? ഏതേലും വഴി ഒന്ന് മുകളിലോട്ട് കയറി വരുമോ? അരി എത്തി. ഐശ്വര്യ എവിടെ? എടി ഒരു ചെലന്തി അല്ലേടി ഇത്? നൈസിന് അതുവഴി. ആരടി ചത്തത്? ചത്തില്ലേ? വാ ഗൈസ്, നമുക്ക് ലെറ്റ്സ് പ്ലാൻ. വരൂ. വാ എടി. ഒരുത്തിയേ ഏത് വഴിയാണ് വരുന്നറിയോ? ലേറ്റർ. അയ്യോ, നമ്മളത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തടി കളക്ട് ചെയ്യണം, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഫുഡ്. കാരണം നമ്മളെ ഹാർട്ട് കുറയുന്നു. അപ്പൊ ഫുഡ്. അപ്പൊ ഇത്രയും 3 ടാസ്കുകളാണുള്ളത്. അപ്പോ ഒരു 20 തടി വെച്ച് കളക്ട് ചെയ്തിട്ട് വരാം. ഐ ആം എ പ്രോ പ്ലെയർ, യു നോ. എനിക്കിതൊക്കെ അറിയാം. കുത്തിട്ട് വരുന്നില്ലല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആയുധം ഉണ്ടാക്കണം. ഇതുണ്ടാക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ വേണം? കമ്പ് ഉണ്ടാക്കണം അല്ലേ? സ്റ്റിക്ക് ഉണ്ടാക്കാൻ ഇതിങ്ങനെ ഉണ്ടാക്കണം. ഈ സാധനം ഒന്ന്, പിക്കാക്സ് ഒന്ന്, ഇതൊന്നും കൂടെ. ഞാൻ ഒരു ആയുധം ഉണ്ടാക്കിയിട്ടുണ്ടേ. എന്റെ 2 മിഷൻ അല്ല, എന്റെ 1 മിഷൻ കംപ്ലീറ്റ് ആയി. ഇനി 20 തടി കളക്ട് ചെയ്യണം. നിങ്ങൾ എടാ ബേന്ന് ആരാ പറയുന്നടി? ബേന്ന്. പക്ഷെ ആരെ കാണുന്നില്ല. ബേ കേക്കുന്നേ ഉള്ളൂ. എടി 10 തടി മതി കേട്ടാ. ആയുധവും 10 തടിയേ. എനിക്ക് വയ്യ എല്ലാം കൂടി ഇരുന്ന് വെട്ടാൻ. നിങ്ങൾ ഫുഡൊക്കെ കളക്ട് ചെയ്തോ? ഇവ എന്ത് ചാവാത്ത? ഉടുമ്പടി. ഉടുമ്പിനെ കൊന്ന വല്ലതും കിട്ടോ നോക്കട്ടെ. എടി നിക്ക്. അമ്മ എടി എന്റെ ചന്തക്കിട്ടടിച്ചടി. എടി 271 389 ഐലൻഡ് കാണിച്ചു തരാം ഗായ്സ് ഈ രാത്രി. എടി ക്രീപ്പറടി. എടി മൊത്തം ക്രീപ്പറാടി. എടി ഞാൻ പോണടി. ഇത് ലൈറ്റ് ഉള്ളിടത്തൊന്നും വരത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. ഇതാണ് സുന്ദരമായ ഐശ്വര്യയുടെ ഐലൻഡ്. പിങ്ക് ഐലൻഡ് ആണിത്. ഇത് താമരക്കുളം ആൻഡ് ഗ്ലോയിങ് സ്കുഡ്. എടി ഞാൻ ചാവാറായേട്ടാ. എടി ഞാനേ എങ്ങനെയൊക്കെ ഞാൻ ചാവുന്നുണ്ട് കേട്ടാ. നീ ഇതിന്റെ മണ്ടയിലത്തെ കാഴ്ച ഒന്ന് കാണിച്ചിട്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റൂല എനിക്ക്. ആ ഗായ്സ് ഇത് കണ്ടോ കടലിന്റെ കാഴ്ച. എടി ഞാൻ എങ്ങനെ താഴെ ഇറങ്ങും? എങ്ങനെയടി ഞാൻ താഴെ ഇറങ്ങുന്ന? എങ്ങനെ താഴെ ഇറങ്ങുന്ന? എങ്ങനെ താഴെ ഇറങ്ങുന്ന? അമ്മേ എങ്ങനെയാ?
എടി ഇങ്ങനെ ഇനി ഞാൻ വന്ന് കിടക്കാൻ പോവുകയാണ്. എടി നിന്റെ റൂമിന്റെ ഫ്രണ്ടിലല്ലേ ഒരു ചെലന്തി ഇരിക്കുന്ന? ഓടിക്കോ ഓടിക്കോ അമ്മേ. അയ്യോ എടി ഞാൻ ഇപ്പൊ ചാവടി. എടി തുറക്കടി, കഥ തുറക്കടി. എടി കയ്യോ അമ്മേ, കഥോട 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 അമ്മേടി കഥോട. ഇന്ന് കിടന്ന് അടുക്കളയിലോട്ട് പോവാം. നിന്റെ എന്തൊക്കെ ഉള്ളത്? എടി മട്ടൻ ഉണ്ടോ നിന്റെ കയ്യില്? മട്ടനെ കൊന്നില്ലേ? പച്ചയ്ക്ക് തിന്ന് രക്തരക്ഷസ്. എടി രമേശ് എവിടെ? പെട്ടെന്ന് ഇടി അതിന്റെ ഇൻവെന്ററി വന്നിട്ട് നീ എങ്ങനെ എടുത്താ? രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ പട്ടിനെ അടക്കേണ്ടി വന്നിട്ട് വരുന്നത് പോയി. മറ്റേ അക്ഷയപാത്രത്തിൽ എഴുന്ന നടക്കാണ് സാധനങ്ങൾ. അങ്ങ് പോവും. എവിടെ പോക്കോ? നിനക്ക് നിന്റെ ഒന്നുമില്ലല്ലോ കഴിക്കാനായിട്ട്. കേറി ചെന്നോട് കേറി. യവൻ എപ്പോഴും ഉള്ള പരിപാടിയാണ് നമ്മളെ വീട്ടിൽ കയറി ചെല്ലുക. അവന്റെ അച്ഛന്റെ വീടാണൊക്കെയാണ് അവൻ കയറി ചെല്ലുന്ന. ക്രീപ്പറുകൾ എങ്ങനെയടി? ഞാൻ കണ്ട്. ഇവളെ എപ്പോഴും രക്ഷപ്പെട്ടു. നേരത്തെ ഒരു ക്രീപ്പർ വന്ന് പൊട്ടിട്ട് ഇവള് ചത്തില്ല. മണ്ണുണ്ടാ നിന്റെ? എന്നാ 15 കൂടെ തന്ന് എടുത്തോ. ഓക്കെ ഗായ്സ്, വരൂ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലോട്ട് വരണം കേട്ടോ. ഒരു മീറ്റിംഗ് ഉണ്ട്. ഇതിന്റെ അടിയിൽ എന്തോ ഉണ്ട് കേട്ടോ. എടി ഇങ്ങ് വാ ആദിത്യ. കുഴിക്കകത്തൊന്ന് ചത്തിട്ട് വാ ആദിത്യേ. എടി നിക്ക്, ആദ്യത്തെ കുഴിക്കകത്ത് വീണ് കാഴ്ച. എവളെന്താണിത്? എവളെപ്പോഴും ഏതെങ്കിലുമൊക്കെ വള്ളിക്കകത്ത് തന്നെ. അവളെ പോയി രക്ഷപ്പെടുത്തിയിട്ട് വരാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പുറത്തിറങ്ങി 3 ഗേറ്റ് ഉണ്ട്. ഒരു ഗേറ്റ് അടച്ചിരുന്നില്ല, 3 തുറന്നിട്ടേക്കുന്നു. എടി ഏതാ കുഴിക്കകത്തവിടെ നിക്കുന്നുണ്ടേ? വാടി ഇങ്ങോട്ട് വാ. ബേക്ക് വാ. വരൂ. മീറ്റിംഗ്. ഗേറ്റ് അടക്കി വാ. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ടാസ്കുകളായിരുന്നു 10 തടി കളക്ട് ചെയ്യുക. ആരൊക്കെ ചെയ്തു? അവർ 2 ചാട്ടം ചാടിയേ. 10 തടിയുള്ളവര്. നിന്റെ ഉണ്ട്. നിന്റെ 10 തടി അങ്ങോട്ട് ഇട്ടാണ് അരിയിട്ട് ചാള വരുമ്പോ കുരുതിരുക. 10 തടി ഇല്ലെന്ന്. അവളടി. ഓക്കെ, അടിവിടല്ലേ 2 കൊഴുത്ത് നിന്റെ 2 ചോദിന്റെ ചോട് ഞാൻ തീർന്നു. അവളിൽ എത്ര തടി ഉണ്ടെന്ന് അറിയാവോ? 2. പക്ഷെ അവളെ 2 മട്ടൻ ഉണ്ടായിരുന്നു. 2 മട്ടൻ. അവളിനി എന്ന് വരും ഇത്? ഞാൻ എങ്ങനെ കളിക്കും നിങ്ങൾ പറ. ഞാൻ ഒറ്റയ്ക്ക് കളിക്കട്ടെ അടുത്ത കളി വിട്ട്. അവളവിടെ കുനിഞ്ഞിരിക്കുന്ന അടിപോയി. എന്താണ് 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 എടി ഇവിടെ ആരടി കുഴിച്ചത്? ഞാനല്ല
ഇന്നത്തെ ടാസ്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മളെ സീക്രട്ട് അല്ല, നമ്മളെ സർപ്രൈസ് ഐലൻഡ് നമ്മള് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് 10 തടി കളക്ട് ചെയ്തു. 10 സന്തോഷത്തോടെ ചാടൂ. കളക്ട് ചെയ്യാത്തവർ കുനിഞ്ഞിരിക്കൂ. ഇങ്ങനെ ആ ഓക്കെ. അതേപോലെ തന്നെ കളക്ട് ചെയ്തു. പിന്നെ കുറച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി. ഇത് നമ്മള് വുഡൻ ടൂൾസ് ആണ് ഉണ്ടാക്കിയത്. നാളെ നമ്മള് സ്റ്റോൺ ടൂൾസ് കാര്യങ്ങൾ ഉണ്ടാക്കും. സാധനങ്ങൾ ഉള്ളവർ പിറകെ വരൂ കേട്ടോ. സ്റ്റോറേജ് റൂമിൽ കൊണ്ട് വെക്കാം. സാധനങ്ങൾ ഇല്ലാത്തവരവിടെ നടന്നോ. ആദിത്യ പാവമല്ലേ. എനിക്ക് വേണ്ട, ഞാൻ കഷ്ടപ്പെട്ടുണ്ടായിക്കോളാം. അവള് കഷ്ടപ്പെട്ടുണ്ടാക്കുമെന്ന് അവൾക്ക് കൊടുക്കാന്ന് വെച്ചപ്പോ അവൾക്ക് വേണ്ട. നീ വേണമെങ്കിൽ കണ്ടോ നമ്മള് സാധനങ്ങൾ വെക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് വായട്ടാ. ശരി എന്നാ ബൈ. ഇതേലി ഒന്നും ശേഖരിച്ച് വെക്കാൻ ഒന്നും ഇല്ലല്ലേടി. എനിക്ക് 12 തടിയേ ഉള്ളു. അതിൽ 2 ആദ്യത്തേടന്ന് മുക്കിയതാ. അതല്ലേ നിന്റെ ചോദിച്ചതല്ല, നിനക്ക് ഓസിന് തരാന്ന് വിചാരിച്ചാ. യെസ്, ഐ ചീറ്റ്. ഈ ഒരു ഐലൻഡ് നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാ. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് നമ്മള് ഇപ്പൊ വുഡന്റെ സാധനങ്ങളാണ് ഉണ്ടാക്കിയത്. ഇനി നമ്മള് സ്റ്റോണിന്റെ സാധനങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നാളെ നമ്മൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് സ്റ്റോൺ മൈൻ ചെയ്യാൻ പോവാന്നാണ്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മൈനിങ്ങിനും കൂടെ പോകണം. കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. നമുക്ക് നെതറിലൊക്കെ പോണ്ടേ? എവിടെ ആരും ഇല്ലേ? ഞാനൊന്ന് ഫ്രണ്ട് വ്യൂ ഇട്ടോട്ടെ. ഓക്കെ, ഫ്രണ്ട് വ്യൂ. അമ്മേ, സേവ് ആൻഡ് ക്വിറ്റ് ആയിപ്പോയി. അടുത്തത് നമുക്ക് മൈനിങ്ങിന് പോവാം. അതാണ് കുറച്ചും കൂടെ ഒക്കെ സെറ്റ്. അപ്പൊ ഇവരുടെ വോയിസും കൂടെ കൊണ്ടുവരാം. നമ്മൾ അടുത്തടുത്തിരുന്ന് കളിക്കുന്നോണ്ട് ഈ ഡിസ്കോഡ് കണക്ട് ചെയ്തിട്ട് എന്റെ സൗണ്ട് എനിക്ക് തന്നെ കേൾക്കുന്നു. അപ്പൊ അത് ഭയങ്കര അലമ്പാവും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയുണ്ട് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാ, നമ്മള് പരിഗണിക്കുന്നതായിരിക്കും. അപ്പോ പോകുന്നു. ബൈ. അപ്പൊ ഇന്നത്തെ എന്റെ മേക്കപ്പ് കുറച്ച് ഓവറായി, ഐ നോ. അപ്പോ ബൈ.